ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം കൂടെ നോക്കാം. വയനാട് മുണ്ടക്കൈ ദുരന്തം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്നിപ്പോൾ LDFന്റെ പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരത്ത് പ്രക്ഷോഭം ശക്തമാക്കാനാണ് തീരുമാനം. രാജ്ഭവനിലേക്കാണ് പ്രതിഷേധം. 25,000 പേരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധത്തിന് LDF തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ്. ഗോപാൽ സനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇന്നിപ്പോൾ ആകെ മൊത്തം ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ പ്രതിഷേധത്തിൽ മുങ്ങിയ ഒരു ദിവസമായിരിക്കുമെന്ന് മനസ്സിലാക്കണം, അല്ലേ? ഏറെക്കുറെ ജിൽസി, കാരണം തിരുവനന്തപുരം തലസ്ഥാനം ഇന്ന് സ്തംഭിപ്പിക്കണം എന്ന തരത്തിലേക്കുള്ളൊരു നിലപാടിലാണ് LDF ഉള്ളത്. ഏകദേശം 15 ദിവസം മുൻപേ തന്നെ LDF ഈ സമരം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ നവംബർ 22-നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന പ്രഖ്യാപനം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട ആ സമരം ഇന്നാണ് തിരുവനന്തപുരത്തും സംസ്ഥാന വ്യാപകമായും നടക്കുക. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ LDFന്റെ ബഹുജന പ്രക്ഷോഭം എന്ന് സംഘടിപ്പിക്കുന്നത്. അവർ അറിയിച്ചിരിക്കുന്നത് പ്രകാരം 25,000 പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള, അതായത് സാധാരണക്കാരെയും പ്രവർത്തകരെയും ജനങ്ങളെയും അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം എന്ന നിലയ്ക്കാണ് തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ ഇന്നത്തെ പ്രക്ഷോഭം പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുക. സമാനമായി തന്നെ മറ്റ് ജില്ലകൾ, സംസ്ഥാനത്തെ മറ്റ് 13 ജില്ലകളിലും ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരമാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ തിരുവനന്തപുരം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഇത്തരത്തിലേക്ക് ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ മറ്റ് ജില്ലകളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലത്ത് നടക്കുന്ന പ്രതിഷേധം LDF കൺവീനർ TP രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അതീവ ഗുരുതര സ്വഭാവത്തിൽ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്കൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഒരു അറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ തുടർ വിവരങ്ങൾ ഇന്ന് അറിയിക്കാമെന്നതാണ് അമിത്ഷാ നൽകിയിരിക്കുന്ന വിവരം. ആ ഒരു വിവരം, അതായത് കേന്ദ്രത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല സമീപനം ഉണ്ടായി എന്ന് നിലനിൽക്കെ കൂടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ LDFന്റെ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാകും വരെയും, പ്രഖ്യാപനം ഉണ്ടാകും വരെയും സമരം അല്ലെങ്കിൽ നിലപാട് മാറ്റത്തിലേക്ക് ഇല്ല എന്ന ഒരു തീരുമാനം LDF പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ സമരമാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി.